ഇതുമായി പങ്കുചേരുകയാണ്. അക്കാഡമിയുടെ തനത് ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ CMDRFിലേക്ക് നൽകുകയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ രഞ്ജിത്ത് ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഈ തുക കൈമാറും. പ്രാരംഭിക്കല്ലേ? അൻപത്തിനാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം ഫിലിംസ് അതിവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ജൂറി അംഗങ്ങളായി പ്രവർത്തിച്ചവരെ ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്ന നല്ലതായിരിക്കും. ചലച്ചിത്ര വിഭാഗം അന്തിമ വിധി നിർണയ സമിതി ചെയർമാൻ ശ്രീ സുധീർ മിശ്ര, അംഗങ്ങൾ ശ്രീ പ്രിയനന്ദനൻ, ശ്രീ അളകപ്പൻ N, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്രീ NS മാധവൻ, ശ്രീമതി ആൻ അഗസ്റ്റിൻ, ശ്രീ ശ്രീവത്സൻ J മേനോൻ, ശ്രീ C അജോയ്, മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി 1ാം സബ് കമ്മിറ്റി ശ്രീ പ്രിയനന്ദനൻ ചെയർമാൻ, ശ്രീ പ്രതാപ് P നായർ അംഗം, ശ്രീ വിനോയ് തോമസ് അംഗം, ഡോക്ടർ മാളവിക ബിന്നി അംഗം, ശ്രീ അജോയ് മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി 2ാം സബ് കമ്മിറ്റി ശ്രീ അളകപ്പൻ ചെയർമാൻ, ശ്രീ വിജയ് ശങ്കർ, ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ്, ശ്രീ CR ചന്ദ്രൻ, ശ്രീ C അജോയ്. രചനാ വിഭാഗം ഡോക്ടർ ജാനകി ശ്രീധരൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ ഡോക്ടർ ജോസ് കെ മാനുവൽ, ഡോക്ടർ OK സന്തോഷ്, ശ്രീ C അജോയ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടത് 160 ചിത്രങ്ങളാണ്. ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇതിൽ നിന്നും പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളായി തിരിച്ച് 80 വീതം സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ 4 ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടിയായതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജൂറി വിലയിരുത്തി. മറ്റ് 3 ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ല. പ്രാഥമിക ജൂറി തിരഞ്ഞെടുക്കാത്ത 3 ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ച് കാണുകയുണ്ടായി. അങ്ങനെ ആകെ 38 സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയത്. അന്തിമ പട്ടികയിലെ 38 ചിത്രങ്ങളിൽ 22 ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതായിരുന്നുവെന്നത് മലയാള സിനിമയുടെ ഭാവിയെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ്. ജൂറി നിർദ്ദേശങ്ങൾ: 1. പ്രാഥമിക ജൂറിയുടെ സബ് കമ്മിറ്റിയിൽ നിലവിൽ 4 അംഗങ്ങളാണുള്ളത്. അത് 3 അല്ലെങ്കിൽ 5 എന്ന നിലയിൽ പുനഃക്രമീകരിക്കേണ്ടതാണ്. 2. പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം. 3. വൻകിട മൂലധന സഹായമില്ലാതെ സിനിമയെന്ന മാധ്യമത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഇൻഡി സിനിമകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകണം. 4. മികച്ച തിരക്കഥകൾ ഒരുക്കുന്നതിനായി സ്ക്രിപ്റ്റ് ലാബ്, മെന്റിംഗ് എന്നിവ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം. ഇനി അവാർഡിലേക്ക് കടക്കുകയാണ്. രചനാവിഭാഗം അവാർഡുകൾ: മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ, ഗ്രന്ഥകർത്താവ് കിഷോർ കുമാർ,
ഈ അടുത്ത സമയത്ത് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. മൗലികവും നൂതനമായ കാഴ്ചപ്പാടിലൂടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ മലയാള സിനിമയിൽ സംഭവിച്ച ഭാവുകത്വ പരിണാമത്തെ സൂക്ഷ്മവും വിമർശനാത്മകവുമായി അവതരിപ്പിക്കുന്ന കൃതി. സിനിമയിലെ ക്വിയർ രാഷ്ട്രീയത്തെ ഈ കൃതി സംവാദാത്മകമാക്കുന്നു. 2. മികച്ച ചലച്ചിത്ര ലേഖനം. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ലേഖൻ ഡോക്ടർ രാജേഷ് MR. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇന്ത്യൻ സിനിമ ദേശീയതയെ എപ്രകാരമാണ് ആവിഷ്കരിക്കുന്നതെന്ന് പരിശോധിക്കുന്ന ലേഖനം. അപരവൽക്കരണം, ദേശവിരുദ്ധത, ജാതീയത തുടങ്ങിയ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ബോളിവുഡ് സിനിമകളെയും പ്രാദേശിക ഭാഷാ സിനിമകളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന രചന. ഡോക്ടർ രാജേഷ് MR. മികച്ച ചലച്ചിത്ര ലേഖനം. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. പ്രത്യേക ജൂറി പരാമർശങ്ങൾ. പുസ്തകം കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. ഗ്രന്ഥകർത്താവ് ശ്രീ P. പ്രേമചന്ദ്രൻ. ശില്പവും പ്രശസ്തി പത്രവും. സിനിമയുടെ ബഹുമുഖതലങ്ങളെ സാംസ്കാരിക വിശകലനത്തിന് വിധേയമാക്കുന്ന കൃതി. സർവദേശീയവും പ്രാദേശികവുമായ ചലച്ചിത്രങ്ങളിലെ ലിംഗരാഷ്ട്രീയത്തെ സൂക്ഷ്മവും ശ്രദ്ധേയവുമായ രീതിയിൽ രേഖപ്പെടുത്തുന്ന പുസ്തകം. 2. ലേഖനം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം കേരളത്തിൽ ചരിത്രവും രാഷ്ട്രീയവും. ലേഖകൻ അനൂപ് KR. ശില്പവും പ്രശസ്തി പത്രവും. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയമായി വിശകലനം ചെയ്യുന്ന പഠനം. ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം കൃഷ്ണൻ. ചിത്രം ജൈവം. ശില്പവും പ്രശസ്തി പത്രവും. വയോധികനായ ഗാന്ധിയന്റെ മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന്. 2. അഭിനയം KR ഗോകുൽ. ആടുജീവിതം. ശില്പവും പ്രശസ്തി പത്രവും. മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന്. 3. അഭിനയം സുധി കോഴിക്കോട്. ചിത്രം കാതൽ. ശില്പവും പ്രശസ്തി പത്രവും. ഉള്ളിലൊതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തുന്ന ഭാവാവിഷ്കാര മികവിന്. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം ഗഗനചാരി. നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ. സംവിധായകൻ അരുൺ ചന്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പരീക്ഷണോന്മുഖമായ സമീപനത്തിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിനാണ് പ്രത്യേക ജൂറി അവാർഡ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ. ശാലിനി ഉഷാദേവി. ചിത്രം എന്നെന്നും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മനുഷ്യന്റെ അനശ്വരതയെ സംബന്ധിച്ച് ദാർശനിക അന്വേഷണങ്ങളെ ഭാവി സൂചകമായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച സംവിധാന പാഠവത്തിന്. 6. മികച്ച വിഷ്വൽ എഫക്ട്സ്. ആൻഡ്രൂ ഡിക്രൂസ്. വിശാഖ് ബാബു. 2 ആൾക്കാണ്. ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മഹാപ്രളയത്തിന്റെ ഭീതിജനകമായ കഥാന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യ പ്രഭാവ നിർമ്മിതിക്കാണ് പ്രത്യേക അവാർഡ്. മികച്ച കുട്ടികളുടെ ചിത്രം നേരത്തെ തന്നെ പറഞ്ഞു, നിലവാരമുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. ചിത്രം തടവ്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. നവാഗതരെ അണിനിരത്തിക്കൊണ്ട് വികാരതീഷ്ണമായ ഒരു പ്രമേയത്തെ ലളിതമായും കൈയൊതുക്കത്തോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. 9. ജനപ്രീതിയും കലാമേന്മയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ്
ആടുജീവിതം. നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ്, സംവിധായകൻ ബ്ലസ്സി. നിർമ്മാതാവിന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു സാഹിത്യകൃതിയിലൂടെ ചലച്ചിത്രാവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും സാങ്കേതികത്വവും നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്തതിനാണ് പ്രത്യേക അവാർഡ്. 10 മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു. ചിത്രം സുലൈഖ മൻസിൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാസന്ദർഭത്തിന് തീർത്തും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പരമ്പരാഗത പശ്ചാത്തലത്തിന് ആധുനികമായ ചുവടുകളൊരുക്കിയ നൃത്ത സംവിധാന പാടവത്തിന്. ഒന്നുകൂടെ പറയണോ? സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കുറച്ചാൽ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ പറയും. ശരി, മീഡിയത്തിലാകാം. 11 ആദ്യം പറയണ്ടേ. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല. ചിത്രം ജനനം 1947 പ്രണയം തുടരുന്നു. കഥാപാത്രം ഗൗരി ടീച്ചർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു വൃദ്ധ സ്ത്രീ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങൾക്ക് അനുഗുണമായ വിധം നിയന്ത്രിതവും സൂക്ഷ്മവുമായി ശബ്ദം പകർന്ന മികവിന്. പറയാം, വെള്ളം കുടിച്ചു. ജനനം 1947 പ്രണയം തുടരുന്നു. ജനനം 1947 പ്രണയം തുടരുന്നു. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല. കഥാപാത്രം ഗൗരി ടീച്ചർ. ഓക്കെ. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ റോഷൻ മാത്യു. ചിത്രങ്ങൾ ഉള്ളൊഴുക്ക് വാലാട്ടി. കഥാപാത്രം ഉള്ളൊഴുക്കിലെ രാജീവ് എന്ന കഥാപാത്രം. വാലാട്ടിയിലെ ടോമി എന്ന നായ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒന്നുകൂടെ ഞാൻ വായിക്കാം. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ റോഷൻ മാത്യു. ചിത്രങ്ങൾ ഉള്ളൊഴുക്ക് വാലാട്ടി. കഥാപാത്രം ഉള്ളൊഴുക്കിലെ രാജീവ് എന്ന കഥാപാത്രം. വാലാട്ടിയിലെ ടോമി എന്ന നായ. ഒരു ചിത്രത്തിൽ കാമുക കഥാപാത്രത്തിന്റെ മനോവ്യാപാരങ്ങൾക്കും മറ്റൊന്നിൽ ടോമി എന്ന നായയുടെ സ്വഭാവ സവിശേഷതകൾക്ക് ഇടങ്ങുന്ന രീതിയിൽ ശബ്ദം പകർന്ന മികവിന്. മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബാർ. ചിത്രം ഓ ബേബി. ഫെമിന ജബാർ ഓ ബേബി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വേഷവിധാനത്തിലൂടെ കാലം, ദേശം, വർഗം എന്നിവ സുവ്യക്തമായി ആവിഷ്കരിച്ച വസ്ത്രാലങ്കാര മികവിന്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി. ചിത്രം ആടുജീവിതം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വിവിധ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായ ജീവിത സന്ദർഭങ്ങളെയും കടന്നുപോയ കാലത്തെയും കൃത്യമായി അടയാളപ്പെടുത്തിയ ചമയ വൈദഗ്ധ്യത്തിന്. മികച്ച പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് വൈശാഖ് ശിവഗണേഷ്. ന്യൂബ് സിറസ്. ചിത്രം ആടുജീവിതം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപശ്ചാത്തലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദഗ്ധ്യത്തിന്. മികച്ച ശബ്ദരൂപകൽപ്പന 1 ജയദേവൻ ചക്കാടത്ത്. 2 അനിൽ രാധാകൃഷ്ണൻ. ചിത്രം ഉള്ളൊഴുക്ക്. ജയദേവൻ ചക്കാടത്ത്, അനിൽ രാധാകൃഷ്ണൻ. ചിത്രം ഉള്ളൊഴുക്ക്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചലച്ചിത്രം സൃഷ്ടിക്കുന്ന വൈകാരിക അന്തരീക്ഷത്തെ സന്തുലിതമായി നിലനിർത്തുന്ന ശബ്ദ രൂപകൽപ്പനയ്ക്ക്. മികച്ച ശബ്ദമിശ്രണം 1 റസൂൽ പൂക്കുട്ടി. 2 ശരത് മോഹൻ. മികച്ച ശബ്ദ മിശ്രണം 1 റസൂൽ പൂക്കുട്ടി, 2 ശരത് മോഹൻ. ചിത്രം ആടുജീവിതം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മരുഭൂമിയിലെ വിവിധ സ്ഥലകാലങ്ങളിൽ നിന്നുള്ള ശബ്ദ ശകലങ്ങൾ, സംഭാഷണം, സംഗീതം എന്നിവയുടെ കൃത്യമായ അളവിലും
അനുപാതത്തിലുമുള്ള മിശ്രണം നിർവഹിച്ചതിന് മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ്, ചിത്രം ഓ ബേബി 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഏലത്തോട്ടത്തിന്റെ കഥാപശ്ചാത്തലത്തിൽ രൂപം കൊള്ളുന്ന അതിസൂക്ഷ്മ ശബ്ദങ്ങളെയും സംഭാഷണങ്ങളെയും സ്പഷ്ടമായി ഒപ്പിയെടുത്ത തത്സമയ ശബ്ദലേഖന പാടവത്തിന് മികച്ച സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ്, ചിത്രം ഓ ബേബി. മികച്ച കലാസംവിധായകൻ മോഹൻദാസ്, ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. മോഹൻദാസ് 2018 എവരിവൺ ഈസ് എ ഹീറോ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പ്രളയത്തിന്റെ കെടുതികളെ വിശ്വസനീയമായി പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു ചലച്ചിത്രത്തിന്റെ നട്ടെല്ലായി നിലകൊണ്ട കലാസംവിധാന പാടവത്തിന് മികച്ച ചിത്ര സംയോജകൻ സംഗീത് പ്രതാപ്, ചിത്രം ലിറ്റിൽ മിസ് റാവുത്തർ. സംഗീത് പ്രതാപ്, ലിറ്റിൽ മിസ് റാവുത്തർ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. എഡിറ്റിംഗിനെ ആഖ്യാനത്തിലുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ട് നയിച്ച വൈദഗ്ധ്യത്തിന് മികച്ച പിന്നണി ഗായിക പെൺ. മികച്ച പിന്നണി ഗായിക പെൺ ആൻ ആമി. ഗാനം തിങ്കൾ പൂവിൽ ഇതളവൾ. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇമ്പമേറിയ ആലാപന ശൈലിയിലൂടെ സിനിമയുടെ കഥാസന്ദർഭത്തെ സംഗീതാത്മകമായ അനുഭവമാക്കിയ മികവിന് ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നു. മികച്ച പിന്നണി ഗായകൻ ആൺ വിദ്യാധരൻ മാസ്റ്റർ. പതിരാണം നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിനാണ് അവാർഡ്. ചിത്രം ജനനം 1947, പ്രണയം തുടരുന്നു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വിദ്യാധരൻ മാസ്റ്റർക്ക് ആദ്യമായിട്ടാണല്ലേ അവാർഡ്? പാട്ടിന് നേരിട്ട് പാടി ആണെന്ന് തോന്നുന്നു, ഗായകൻ എന്ന രീതി. പ്രമേയത്തിന്റെ എല്ലാ വൈകാരിക ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് മേഖലയിലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടില്ല. അതെ, ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് ആവാഹിച്ച ആലാപനം മികവിന് മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ. മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സന്നിഗ്ധമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ വികാരതലങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പശ്ചാത്തല സംഗീതം പകർന്ന മികവിന് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. മറ്റേത് ഇത് ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ്. പശ്ചാത്തല ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പൈതൃക സംഗീതത്തെ പുതിയ കാലത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളോട് സന്നിവേശിപ്പിച്ച സംഗീത സംവിധാന മികവിന് വായിക്കാം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ ഒന്നുകൂടെ ആദ്യത്തെ വായിക്കാം. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം. നിങ്ങൾ മീഡിയ ആയതുകൊണ്ട് നല്ലപോലെ അറിവുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാതെ വിട്ടുപോയതാണ്. അപ്പൊ അത് മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ്. ചിത്രം ചെന്താമരപ്പൂവിൽ. ഗാനം ചെന്താമരപ്പൂവിൽ, ചിത്രം ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഗാനം ചെന്താമരപ്പൂവിൻ, ചിത്രം ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഗാനം ചെന്താമരപ്പൂവിൻ, ചിത്രം ചാവേർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചിത്രത്തിന്റെ ഇതിവൃത്തത്തെ സംഗീതാത്മകമായ വരികളിലൂടെ പാരമ്പര്യത്തിന്റെ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രതിഫലിപ്പിച്ച
കാവ്യരചനയ്ക്ക്. 26 മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി. ചിത്രം ആടുജീവിതം. 50,000 രൂപ ശില്പവും പ്രശസ്തിപത്രവും. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യരചനയെ ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അനുവർത്തനം ചെയ്തെടുത്ത മികവിന്. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ. തികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ. ചിത്രം ഇരട്ട. 50,000 രൂപ ശില്പവും പ്രശസ്തിപത്രവും. ബാല്യത്തിനു ശേഷം 2 വഴികളിലായി പിയർ പിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോടെ അവതരിപ്പിച്ച രചനാ മികവിന്. മികച്ച ഛായാഗ്രാഹകൻ സുനിൽ KS. ചിത്രം ആടുജീവിതം. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. കഥയുടെ വൈകാരിക തലങ്ങൾ ദൃശ്യബിംബങ്ങളിലൂടെയും നിറഭേദങ്ങളിലൂടെയും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ ഛായാഗ്രഹണ മികവിന്. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ. ചിത്രം കാതൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചാതുരിക്ക്. മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ്. മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ്. ചിത്രം ശേഷം മൈക്കിൾ ഫാത്തിമ. 50,000 രൂപ ശില്പവും പ്രശസ്തിപത്രവും. ശേഷം മൈക്കിൾ ഫാത്തിമ. കുഞ്ഞു മനസ്സിലൊരു ജീവിത ലക്ഷ്യം എങ്ങനെ രൂപം കൊള്ളുന്നുവെന്ന് ഫാത്തിമ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തിലൂടെ അസാമാന്യമായി അവതരിപ്പിച്ച പ്രകടന മികവിന്. മികച്ച ബാലതാരം ആൺ അവ്യുക്ത് മേനോൻ. മികച്ച ബാലതാരം ആൺ അവ്യുക്ത് മേനോൻ. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. സിനിമയിലെ സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ കടന്നുവരികയും തന്റെ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കുകയും ചെയ്ത അഭിനയ മികവിന്. മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ. ചിത്രം പൊമ്പളൈ ഒരുമൈ. ശ്രീഷ്മ ചന്ദ്രൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. ഒരു നാടൻ വീട്ടമ്മയുടെ സംഘർഷങ്ങൾ സ്വാഭാവികവും നിയന്ത്രിതവുമായി അവതരിപ്പിച്ച പ്രകടന മികവിന്. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. പൊമ്പളൈ ഒരുമൈ മതിയല്ലോ, കറക്റ്റല്ലേ? മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. ചിത്രം പൂക്കാലം. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. പ്രായാധിക്യമുള്ള കഥാപാത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ ആദ്യാവസാനം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച അഭിനയ മികവിന്. ഇവിടെ പറയണോ? മികച്ച നടി 2 ആളുകളാണ്. ഒന്ന് ഉർവശി. 2 ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ 1 ഉള്ളൊഴുക്ക്, 2 തടവ്. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. തുലനം ചെയ്യാൻ പറ്റാത്ത മനുഷ്യാവസ്ഥകളുടെ 2 വശങ്ങളെ അവിസ്മരണീയമാക്കിയതിന് ഈ അവാർഡ് 2 പേർക്കായി പങ്കിടുന്നു. ഒന്ന് മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന്. 2 ദാരിദ്ര്യത്തിലൂടെയും രോഗപീഡനത്തിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചത്. മികച്ച നടൻ പറയല്ലേ? പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം.
1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. ജീവിതത്തിന്റെ പരീക്ഷണഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരയും നിസ്സഹായതയും അതിനുശേഷമുള്ള ഭാഷയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് മികച്ച സംവിധായകൻ ബ്ലസ്സി, ചിത്രം ആടുജീവിതം, 2,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. മികച്ച സംവിധായകൻ ബ്ലസ്സി, ചിത്രം ആടുജീവിതം. പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ. നിർമ്മാതാവ് ജോജു ജോർജ്. അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസ് ഹൗസ്. നിർമ്മാതാവിന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. ദുരിതപൂർണമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കൈയൊതുക്കത്തോടെയും ഘടനാപരമായ ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചത്. മികച്ച ചിത്രം കാതൽ. സംവിധായകൻ ജിയോ ബേബി. മികച്ച ചിത്രം കാതൽ. സംവിധായകൻ ജിയോ ബേബി. നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി. നിർമ്മാതാവിന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. സംവിധായകൻ 2,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായും ധ്വനിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ശക്തമായ ആവിഷ്കരണത്തിന് വളരെ സന്തോഷത്തോടെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത്ര ദിവസങ്ങളെടുത്ത് വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് എല്ലാ സിനിമകളും കണ്ട് ഇതിന് വിധി നിർണയിച്ച ഇതിന്റെ ചെയർമാൻ ശ്രീ സുധീർ മിശ്ര, അതിന്റെ അംഗങ്ങൾ എല്ലാവരോടും സാംസ്കാരിക വകുപ്പിനുള്ള പ്രത്യേക നന്ദി കൂടി അവസരം അറിയിക്കുന്നു. ഇപ്പോൾ ചെയർമാൻ രഞ്ജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. I think it's better, Sudhir, you talk. സുധീറിനോട് എന്തെങ്കിലും ചോദ്യങ്ങളിൽ തുടങ്ങാം. സുധീറിന് പറയാനുള്ള കാര്യം. മിസ്റ്റർ പോണോ ഒന്ന് ഓൺ ചെയ്യ് ശിവൻ. ആ യാ Thank you. So I'm grateful and honored that I was asked to come and chair this jury. I have been a great fan, and I've grown up with. When we were growing up in cinema, and there was this International Film Festival in Delhi, and the independent cinema filmmakers were one. So for me. Basu Bhattacharya in Bombay or Arvindan in Kerala were one. You know, I mean, we grew up and were admiring their films. So, for example, the cinema of Kerala has been very instrumental in making me who I am. And not only me, but many. And I'm very impressed with the fact that even now when I come in, the cinema of the Malayalam cinema doesn't lose its roots. Its connectivity with the place where the stories emanate from or the films emanate from, and then simultaneously keeps a window open to the world. So it's moving with its tradition and its memories and its past and its own cinema, and also interacting with the world in terms of ideas, in terms of themes, in terms of in performances of an international standard, and it's amazing. I mean, so I was very happy to have been here and seen all those films together with a wonderful jury, So
So, I mean, the rest of them were and we made some wonderful friends, and most of the decisions are unanimous. In fact, all of them. But there was a very healthy discussion, and I learned a lot from the interaction with, Balsan and all the way, Lizo and everybody. So it's a wonderful experience for me. If you have any questions. Very good. And I think, it has a lot, the cinema from Kerala has a lot to teach all of us. And to go out and that's what I thought is wonderful, that, it's very rooted in Kerala. All the cinema, they emanate from a place, a village, a community, the politics. But yet, has a quality which is quite international. So for me, I mean, I came here to, I'm quite inspired. I'll go back inspired to make, that you can go back and interact with and make films of a certain kind, And I think the cinema should be taken all over the country. I think package of this 10 films or 12 should be sent all over, because, it has much to teach, and it has much to teach not only in cinema, but just life and works of art, how they influence you, you don't know, but young people, universities, I think it's wonderful. I was quite blown, actually. പ്രാരംഭമായി കേരളം ഒരു ഹൃദയവേദന അനുഭവിക്കുന്ന കാലത്താണ്. മറ്റ് മാർഗങ്ങളില്ല. ഈ ചലച്ചിത്ര അവാർഡുകളുടെ 2023 ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാതിരിക്കാൻ വയ്യ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നത്. അക്കാദമി കഴിയുന്ന രീതിയിലുള്ള സഹായമാണ് മിനിസ്റ്റർ ഏൽപ്പിച്ചത്. സുധീർ മിശ്ര ചെയർമാനും ഈ ഇവിടെ പങ്കെടുക്കാൻ പറ്റാതെ തിരക്കുകൊണ്ട് തിരിച്ചു പോയ ശ്രീ NS മാധവൻ, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്രീമതി ആൻ അഗസ്റ്റിൻ, ശ്രീ വത്സൻ ജെ മേനോൻ, ഒപ്പം 2 പ്രാഥമിക ജൂറി ചെയർമാൻമാരായിരുന്ന അഴകപ്പനും പ്രിയനന്ദനും, ഇത്രയും പേർ ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്ത് സിനിമകൾ, ഒരു സിനിമ പോലും കാണാതെ അല്ല, എല്ലാ സിനിമകളും കണ്ട് ചർച്ച ചെയ്ത് തന്നെയാണ് അവർ ഈ അന്തിമ പട്ടിക ഞങ്ങൾക്ക് കൈമാറുന്നത്. അതാണ് നിങ്ങളുടെ മുന്നിൽ മിനിസ്റ്റർ അവതരിപ്പിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററുടെ ഒരു പേജിൽ ഈ രചനാ വിഭാഗം ജൂറിയുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. സോറി ജാനകി, അത് ഞാൻ വായിക്കാം. അതൊന്ന്, ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സിനിമാ പഠനങ്ങളെയും മത്സരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 2, കൃത്യമായ രീതിശാസ്ത്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര പഠനങ്ങളെയും സിനിമാ നിരൂപണങ്ങളെയും 2ആയി പരിഗണിക്കാവുന്നതാണ്. 3, പുരസ്കാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കാവുന്നതാണ്. മിനിസ്റ്റർക്കുള്ളതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പ്രിയൻ എന്തെങ്കിലും പറയാൻ. The wide variety of film. I mean, if you see a film like Kadal, then you see Irata, then you see Blessie's film Madu. It's exploring so many genres, but all of the genres are very involved with a local problem, but they become kind of metaphors for our lives. So I hope people are happy with the selection. Nothing is perfect, and some things are subjective. And there are a lot of other films. For example, you see a film like, we have honored many films. For example, a film like Oh Baby, right, has a quality which is very rich and very, almost, it's a correctly, I'm not sure of the budget, but the quality of the production and the way, say, the costume and even the technical qualities, they're of a fairly high standard. We may not have given it the main award, but I'm just talking of a film that you didn't give the main award to. But even a lot of the other films, the smaller performances, whether Hakim in the Adujil, that young man is brilliant. I think he'll have a great future. We've just mentioned him because, there's so much others. But, you should
These minor things are, Kadal tells the story in such a sensitive way. It has many layers, Kadal, actually, what I found very interesting, that it's not hammering the sensationalism of the idea. It's even a bit of a satire on the politics. There's a very interesting unraveling of the story. So I was quite impressed overall. ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം ഈ സന്ദർഭത്തിൽ, ഇപ്പം ഞാൻ ചെയർമാനും ശ്രീ പ്രേംകുമാർ വൈസ് ചെയർമാനുമായ അക്കാദമിയുടെ ഭാരവാഹിത്വം ഏറ്റെടുത്ത നാൾ തൊട്ട് ഇത് 3ാമത്തെ ചലച്ചിത്ര അവാർഡാണ്. 3ലും സുധീർ അടക്കം ഇത് 3ാമത്തെ ഉത്തരേന്ത്യൻ സംവിധായകനാണ്. കഴിഞ്ഞ തവണ ഗൗതം ഘോഷായിരുന്നു, ആദ്യത്തെ തവണ വന്നത് സയ്യിദ് മിർസയായിരുന്നു. സമാനമായ കമന്റുകൾ തന്നെയാണ് തിരിച്ചു പോകുമ്പോൾ ഇവർ ഞങ്ങളോടും എനിക്ക് തോന്നുന്ന മാധ്യമങ്ങളോടും പങ്കുവച്ചത്. അത് മലയാള സിനിമയുടെ മാറ്റത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും വളരെ വ്യത്യസ്തമായ വഴികളിലൂടെയുള്ള അതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചുമാണ്. അവർ 3 പേരും വ്യക്തിപരമായി തന്നെ എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ റിഫ്രഷ്ഡ് ആവുന്നു. ഇപ്പോൾ സയ്യിദൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനിയൊരു സിനിമ സാധ്യമല്ല എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ ഈ ജൂറി ചെയർമാൻ സ്ഥാനം അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നാൻ കാരണം ഞാൻ കണ്ട മലയാള സിനിമകളാണ് എന്ന് പറയുമ്പോൾ സാംസ്കാരിക മന്ത്രാലയത്തിന് അതിൻ്റെ അമരക്കാരനായ മന്ത്രിക്കും അക്കാദമിക്കും അഭിമാനിക്കാവുന്ന ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതും. ഇനി രചനാ വിഭാഗം ബന്ധപ്പെട്ട് ജാനകി എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു മൈക്ക് തരാം. വളരെ നല്ല നിലവാരമുള്ള രചനകളാണ് കിട്ടിയിട്ടുള്ളത്. 45 പുസ്തകങ്ങളും 19 ലേഖനങ്ങളുമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. ഞാൻ, ഡോക്ടർ OK സന്തോഷ്, ഡോക്ടർ ജോസ് പി മാനുവൽ അടങ്ങുന്ന 3 അംഗ സംഘമാണ് ജൂറി സംഘമാണ് ഇതിനെ വിലയിരുത്തിയത്. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ജൂറി അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ രചനകളെ കുറിച്ചിട്ടുള്ള നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതായത് മലയാള സിനിമ ചലച്ചിത്ര പഠനം വളരെയധികം പുരോഗമിക്കുകയും ഒരുപാട് വളരുകയും ചെയ്യുന്ന വളരെ ആശാവഹമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ള അവാർഡ് കൊടുത്തിട്ടുള്ള പുസ്തകം പ്രത്യേകിച്ച് അതിനെ തിരഞ്ഞെടുക്കാൻ കാരണം വളരെ സസ്റ്റെയിൻഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ക്യൂർ രാഷ്ട്രീയത്തിന്റെ ലെൻസിലൂടെ മലയാള സിനിമയെ അപഗ്രഥിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ ഒരു വർക്ക് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, പലതും പല ലേഖന സമാഹാരമാണ്. പക്ഷെ അതിനൊക്കെ ഉപരിയായി നിന്നുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ മൊത്തം മലയാള സിനിമ കഴിഞ്ഞ 2 ദശകങ്ങളായിട്ടുള്ള മലയാള സിനിമയെ നോക്കിക്കാണുകയും വിമർശനാത്മകമായി കാണുകയും മെയിൻ സ്ട്രീം സിനിമയും അല്ലാത്ത സിനിമകളും, ഇപ്പോൾ ആമി പോലെയുള്ള സിനിമകളെ വിമർശിക്കുകയും ബോഡിസ്കേപ്സ് പോലുള്ള സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ വളരെ സുഭദ്രമായ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ചെയ്ത ഒരു വർക്കാണ്. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് അവാർഡ് കൊടുക്കുമ്പോഴേക്കും അത് എഴുതിയ ആൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ലേഖനങ്ങളിലും അതെ, ദേശീയതയെ അഴിച്ച് എടുക്കുന്ന സിനിമകൾ എന്നുള്ള രാജേഷ് എമ്മാരുടെ ലേഖനവും വ്യക്തമായിട്ടുള്ള, അതായത് കൾച്ചറൽ സ്റ്റഡീസിന്റെ പുതിയ തരത്തിലുള്ള സാംസ്കാരിക പഠനങ്ങളുടെ മെത്തഡോളജി വെച്ചുകൊണ്ട് വളരെ നിശിതവും സൂക്ഷ്മവുമായിട്ടുള്ള വിശകലനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷാവഹമായിട്ടുള്ള രീതിയിലാണ് സിനിമ, എനിക്കൊന്ന് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ സിനിമാ പഠനങ്ങൾ ഭാഗമായിട്ടായിരിക്കണം ഇത്രയും നല്ല രചനകൾ പുറത്തേക്ക് വരുന്നതും. ഞങ്ങൾ പിന്നെ പറഞ്ഞ സജഷൻസ് രഞ്ജിത്ത് മുന്നോട്ട് വെച്ചു. അപ്പോൾ അത് കൂടുതൽ പറയാനില്ല. ഒന്നുമല്ല, സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡാണ് ശാലിനി ഉഷാദേവിയുടെ എന്നെന്നും എന്ന ചിത്രത്തിന് ലഭിച്ചത്. പ്രിയനന്ദൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗം ഇല്ല, അതുകൊണ്ട് സ്ത്രീ വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ടാണ് അവാർഡ് കൊടുത്തത്. മറ്റേ ആ രീതിയിൽ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അത് മാറ്റണങ്ങളാണ്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ വരുമ്പോൾ അത് ആ രീതിയിൽ വായിച്ചെടുക്കരുതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അത് സ്ത്രീ എന്നുള്ള വിഭാഗത്തിലും മറ്റേ വിഭാഗത്തിലാണ് അവാർഡ് ഉള്ളത്. പക്ഷെ ആ വിഭാഗത്തിൽ പരിഗണിക്കാൻ പറ്റിയൊരു അഭിനയ മികവില്ലാത്തതുകൊണ്ട് സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള പരിഗണനയാണ് അതിന് കൊടുത്തതെന്നുള്ളത്.
ഇല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ അവാർഡുകൾ ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള 3 അവാർഡുകളും വളരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഒരു പരാതിക്ക് ഇടയില്ലാത്ത നിലയിലാണ് കൈകാര്യം ചെയ്തത്. അതിൽ ഒരു തരത്തിലും ഒരാൾക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിജയമുണ്ട്. ഒരു പരാതിയും അല്ലെങ്കിൽ ആക്ഷേപം വരാത്ത രൂപത്തിലുള്ള മികച്ച ജൂറി അംഗങ്ങളെയും ജൂറി ചെയർമാൻമാരെയും വെച്ചാണ് ചെയ്തിട്ടുള്ളത്.